guys, welcome to Build and Tech. I am Jubi Subhash. Let's begin. Before that, subscribe and hit the കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ട്രിഗ്നോമെട്രി ചാപ്റ്ററിലെ നെക്സ്റ്റ് സബ് ടൈറ്റിലായ ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റിൽ മെയിനായിട്ടും രണ്ട് ആംഗിൾസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. നമുക്ക് ജസ്റ്റ് ആംഗിൾ ഓഫ് എലവേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തിരി ഉയരത്തിൽ താഴെ നിന്നിട്ട് ഇത്തിരി ഉയരത്തിലുള്ള ഒരു വസ്തുവിനെ കാണാൻ വേണ്ടി നമ്മൾ തല ഒരല്പം മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് എപ്പോഴും നോക്കുന്നത്. അപ്പോൾ ആ ഉയർത്തുന്ന ആ ഒരു ആംഗിളിൻ്റെ ഇതിലാണ് ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. ഇതൊരു മരമാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ താഴെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്വല്പം തല ഉയർത്തി മുകളിൽ മരത്തിൻ്റെ മുകൾ ഭാഗം നോക്കുന്നു. അപ്പോൾ നമ്മുടെ ലൈൻ ഓഫ് വിഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. നമ്മുടെ ലൈൻ ഓഫ് വിഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഈ വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ. ജസ്റ്റ് ഞാൻ അതെന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടു സീ തിങ്സ് എ ബിറ്റ് ഹൈ, we have to raise or elevate the angle between these two lines is called ആംഗിൾ ഓഫ് എലിവേഷൻ. അതായത് സ്വല്പം മുകളിലുള്ള ഒരു വസ്തുവിനെ കാണാൻ വേണ്ടി നമ്മൾ നമ്മുടെ തല അല്പം ഉയർത്തി നോക്കുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് വിഷനും ഈ ഉയർത്തിയ ഇതിനും ഇടയിൽ വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് അറിയപ്പെടുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇതേപോലെ തന്നെ നമ്മൾ ഒരല്പം മുകളിൽ നിന്നിട്ട്, ഇപ്പോൾ സപ്പോസ് ഇതൊരു ടവറായിട്ട് അസ്യൂം ചെയ്യുക. ഈ ടവറിൻ്റെ മുകളിൽ നിൽക്കുന്ന നമുക്ക് താഴെയുള്ള ഒരു വസ്തുവിനെ കാണാൻ വേണ്ടി നമ്മൾ അല്പം തല കുനിച്ച് താഴേക്ക് നോക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിളിന് പറയുന്നതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ അതും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ടു സീ തിങ്സ് ലോവർ ഡിപ്രസ് അവർ സൈറ്റ്. The angle between these two lines is called angle of depression. അതായത് ഒരു മുകളിൽ നിന്നിട്ട് താഴെയുള്ള ഒരു വസ്തുവിനെ നോക്കാൻ വേണ്ടി നമ്മൾ അല്പം കുനിഞ്ഞു നോക്കണം. അപ്പോൾ അതിനിടയിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 118 ഇത് ഒരു പിക്ചർ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു തിയറി പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എ മാൻ സ്റ്റാൻഡിങ് 10 meter away from the foot of a tree sees it stop at an elevation of 40 degree. His height is 1.7 meter. What is the height of the tree? അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ മാൻ സ്റ്റാൻഡിങ് 10 meter away ഫ്രം ദ ഫൂട്ട് ഓഫ് എ ട്രീ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ. ഈ ട്രീയിൽ നിന്ന് 10 meter away ആണ് ഒരു മനുഷ്യൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 meter. നമുക്ക് ഈ ട്രീയുടെ ഹൈറ്റ്, ഈ ഡിസ്റ്റൻസ് എ ബി എന്ന് എടുക്കാം. ട്രീയുടെ ഹൈറ്റ് CB എന്നും എടുക്കാം. അപ്പോൾ ആളുടെ ഹൈറ്റ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഹിസ് ഹൈറ്റ് ഈസ് 1.7 meter.
അപ്പം ഈ ഹൈറ്റ് നമുക്ക് 1.7 മീറ്റർ അറിയാം. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും എടുത്ത് പിക്ചർ വരയ്ക്കുമ്പോൾ എഴുതാൻ ശ്രമിക്കുക. ഇനി ആംഗിൾ ഓഫ് എലവേഷൻ എത്രയാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? 40 ഡിഗ്രി. ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രി. ഇവിടെ നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഇനി നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ ട്രീ, അതായത് ഈ ഡിസ്റ്റൻസ്, സി ബിയുടെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി ബിയുടെ ഡിസ്റ്റൻസ് ആയിരിക്കും ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ വേറെ ഈ ഡിസ്റ്റൻസ് 10 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഡിസ്റ്റൻസും 10 മീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 10 മീറ്റർ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഹൈറ്റ്, ഇത്രയും ഹൈറ്റ്, സി ഡിയുടെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്കൊരു 40 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു 10 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം? ടാൻ 40 ഡിഗ്രി യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ 40 ഡിഗ്രിയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 0.8391. ഇനി എ ബി ഈസ് ഈക്വൽ ടു 10 മീറ്റർ ഈസ് ഈക്വൽ ടു, ഇവിടെ ഇ എന്ന് നെയിം ചെയ്യുക, ഇ ഡി. ഇനി ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. സി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാൻ 40 ഡിഗ്രി. ടാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നെന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് സി ഡി ഡിവൈഡഡ് ബൈ ഇ ഡി. അപ്പം ടാൻ 40 ആണ് 0.8391 ഈസ് ഈക്വൽ ടു സി ഡി ഡിവൈഡഡ് ബൈ, നമുക്ക് സി ഡിയുടെ ലെങ്ത് അറിയില്ല, ഇ ഡിയുടെ ലെങ്ത് നമുക്കറിയാം, എത്രയാണ്? 10 മീറ്റർ. അപ്പോൾ സി ഡി എത്രയാണ്? സി ഡി ഈസ് ഈക്വൽ ടു 0.8391 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 8.391 മീറ്റർ. നമുക്ക് എന്ത് കിട്ടി? സി ഡിയുടെ ലെങ്ത് കിട്ടി. ഇനി ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ എ എന്ന് പറയുന്ന ലെങ്ത് 1.7 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ലെങ്തും, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സി ഡി ബിയുടെ ലെങ്തും എത്രയായിരിക്കും? 1.7 മീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ട്രീയുടെ ഹൈറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സി ബി ഈസ് ഈക്വൽ ടു സി ഡി പ്ലസ് ഡി. 8.391 നമ്മൾ കണ്ടുപിടിച്ചു, പ്ലസ് 1.7 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10.091 മീറ്റർ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ എത്രയാണ്? 10.091 മീറ്റർ. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ട്രീ കിട്ടി 10.091 മീറ്റർ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. A boy is standing at the edge of a canal, sees the top of a tree at an angle of elevation of 70 degree. Stepping 10 meter back, he sees it at an elevation of 25 degree. The boy is 1.5 meter tall. How wide is the canal and how tall is the tree? ഇത് കനാലായിട്ട് അസ്യൂം ചെയ്യുക. ഇത് നമ്മുടെ ട്രീ ആണ്. ഇവിടെ നമ്മുടെ ബോയ് നിൽക്കുന്നു, മരത്തിന് മുകളിലേക്ക് നോക്കുന്നു. ഇത് സ്ട്രേറ്റ് വിഷനാണ്. ഇത് ആംഗിൾ ഓഫ് എലവേഷൻ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 70 ഡിഗ്രി. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? ഈ ബോയ് 10 മീറ്റർ ബാക്കിലേക്ക് നീങ്ങി. അപ്പോൾ ഈ ലെങ്ത് കിട്ടി 10 മീറ്റർ. ഇനി ബോയുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 1.5 മീറ്റർ. ഇനി ഇവിടെ നിന്ന് ഈ 10 മീറ്റർ ബാക്കിലേക്ക് മാറിയിട്ട് ബോയ് വീണ്ടും മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ്. അപ്പോഴത്തെ ആംഗിൾ ഓഫ് എലവേഷൻ എത്രയാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? 25 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിനെല്ലാം ഓരോ പേര് കൊടുക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത് എ ബി. എ ബി എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദ ട്രീ. പിന്നെ
വേറെന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡി ബി. ഡി ബി എന്ന് പറയുന്നത് എന്താണ്? വിഡ്ത്ത് ഓഫ് ദി കനാൽ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഡി ബി എന്ന് പറയുന്നത് സി ജിക്ക് തുല്യമായിരിക്കും അല്ലേ? നോക്ക്, ഇത് ഒരു റെക്റ്റാങ്കിൾ ആണ്, ഇതിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡി ബി എന്ന് പറയുന്നത് സി ജിക്ക് തുല്യമായിരിക്കും അല്ലേ? എ ബി ഈസ് ഈക്വൽ ടു എ ജി പ്ലസ് ജി ബി. എ ബി ഈസ് ഈക്വൽ ടു ഏതൊക്കെ കൂടുന്നതായിരിക്കും? എ ബി, എ ജിയും ജി ബിയും കൂടി ചേരുന്നതായിരിക്കും എ ബി എന്ന് പറയുന്നത്. So we need to find AG and CG. നമുക്ക് എന്തൊക്കെയാണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? എ ജിയും സി ജിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അപ്പോൾ നമ്മൾ സി ജിനെ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുക. സി ജി ഈ ലെങ്ത് ആണ്, അതിനെ എസ് ആയിട്ട് അസ്യൂം ചെയ്യുക. അതുപോലെ എ ജിനെ വൈ ആയിട്ടും അസ്യൂം ചെയ്യുക. ഈ ലെങ്തിനെ വൈ ആയിട്ടും അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്? എ ജി സി. കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ജി സി. അപ്പോൾ വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? വൈ എന്ന് പറയുന്നത് tan 70 ഡിഗ്രി ആയിരിക്കും. എക്സ് tan 70 ഡിഗ്രി ഇൻറ്റു എക്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണെന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ഇതിൽ? 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എ ജി, അതായത് ഡിവൈഡഡ് ബൈ സി ജി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി വൈ ബൈ എക്സ് എന്ന് കിട്ടും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈ ഇസ് ഈക്വൽ ടു എക്സ് ടാൻ 70 ഡിഗ്രി. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എക്സ് ഇൻറ്റു 2.7475. ഇറ്റ് ഈസ് ഈക്വൽ ടു 2.7475 എക്സ് എന്ന് കിട്ടും. നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. വൈ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2.7475 എക്സ് ഈസ് ഈക്വൽ ടു എ ജി. ഇനി അടുത്ത ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആൻഡ് ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇ എ ജി. അടുത്ത ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇ എ ജിയിൽ നിന്നും y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. എക്സ് പ്ലസ് 10 എങ്ങനെ വന്നതെന്ന് മനസ്സിലായ? ഈ എക്സും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ബോയ് 10 മീറ്റർ ബാക്കിലേക്ക് നടന്നു. അപ്പോൾ ഈ 10ഉം കൂടി ആഡ് ചെയ്തു. അതാണ് എക്സ് പ്ലസ് 10 ഇൻറ്റു ടാൻ 25 ഡിഗ്രി. എക്സ് പ്ലസ് 10 ഇൻറ്റു ടാൻ 25 ഡിഗ്രി. ടാൻ 25ൻ്റെ വാല്യൂ ആണ് 0.4663 ഇൻറ്റു എക്സ് പ്ലസ് 10. This is approximately is equal to 0.4663x plus 4.663. This implies 2. ഇവിടെ y നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ഇതിൽ. 2.7475x is equal to 0.4663x plus 4.63. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടിലും y ആണ് കണ്ടുപിടിച്ചിരുന്നത്. സോ ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സ് വേരിയബിൾ ഉള്ളതിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, വേരിയബിൾ ഇല്ലാത്തതിനെ ഇപ്പുറത്തെ സൈഡിൽ. 2.7475x ഇതിനെ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും. മൈനസ് 0.4663x ഈസ് ഈക്വൽ ടു 4.663 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും എക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 4.663 ഡിവൈഡഡ് ബൈ 2.2812
2 വരും. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2.044. y ഈസ് ഈക്വൽ ടു 2.044. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു 2.7475 tan 70യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കിട്ടുമ്പോൾ ആൻസർ കിട്ടുന്നത് എന്താണ്? 5.616. ഇനി വിഡ്ത്ത് ഓഫ് ദ കനാൽ. വിഡ്ത്ത് ഓഫ് ദ കനാലിന് നമ്മൾ എന്തായിട്ടാണ് എടുത്തത്? എക്സ്. അപ്പോൾ എക്സ് എത്രയാണ്? 2.044 മീറ്റർ. നമുക്ക് കനാലിൻ്റെ വിഡ്ത്ത് കിട്ടി 2.044 മീറ്റർ. ഇനി അടുത്ത എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദി ട്രീ. ഹൈറ്റ് ഓഫ് ദി ട്രീ എന്താണ്? y ആയിട്ടാണ് നമ്മൾ എടുത്തത്. വൈയുടെ വില നമുക്ക് കിട്ടി 5.616 പ്ലസ് ബോയുടെ ഹൈറ്റ് എത്രയായിരുന്നു തന്നിരുന്നത്? അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 1.5 ഈസ് ഈക്വൽ ടു 7.12 മീറ്റർ. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ട്രീയും കിട്ടി 7.12 മീറ്റർ. Thank you for watching. Please comment, share and subscribe.